നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യ വിജയം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ വിജയം വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊന്നു തിന്ന പലരുടെയും മനസ്സിലേക്ക്, പലരുടെയും വാർത്തകളിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ വിവരം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ തന്നെ വൈകുന്നേരം ഏറ്റവും ഒടുവിലത്തെ കേസായി ഒരുപക്ഷെ പരിഗണിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും നമ്മൾ കരുതിയിരുന്നു. ജസ്റ്റിസ് കെ ബാബുവിന്റെ 5D കോർട്ടിലായിരുന്നു ഈ ഒരു കേസ് എത്തിയിരുന്നത്. ഏറെ വൈകിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എറണാകുളത്തുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് രാജീവ് കോടതിയിൽ തന്നെ തുടർന്ന ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീടാണ് ഇന്ന് രാവിലത്തേക്ക് അത് മാറ്റുന്നു. 32ാമത്തെ കേസായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധിയിൽ ഒരു തീരുമാനം വരുമെന്ന് 32ാമത്തെ കേസായി എടുക്കുമെന്ന് കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല. നേരത്തെ തന്നെ വളരെ രാവിലെ തന്നെ ആദ്യത്തെ കേസ് എന്നോണം ഈ ഒരു കേസ് എടുക്കുകയായിരുന്നു. എസ് രാജീവിന്റെ ഒരു പോരാട്ടം തന്നെയാണ് അവിടെ കണ്ടത്. 5 മിനിറ്റാണ് ഹൈക്കോടതി എടുത്തത്. ഹൈക്കോടതി പറഞ്ഞത്, ഞാൻ ഈ കേസ് ഷീറ്റ് വായിച്ചിരുന്നു, പ്രത്യേകിച്ചും ഇതൊരു ജാമ്യ ഹർജിയിന്മേലെയുള്ള ഒരു കേസാണ്, ഞാൻ ഈ ഒരു കേസ് ഷീറ്റ് വായിച്ചിരുന്നു. വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഒരു MLA ആണല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒളിവിൽ തുടരുന്നത് ശരിയല്ല. അദ്ദേഹത്തെ തൽക്കാലം 15ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത്, താൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. 15ാം തീയതി വീണ്ടും ഈ കേസ് വാദിക്കാൻ എടുക്കും. ഓർക്കുക, 1ാമത്തെ കേസിലാണ് ഈ ഒരു ജാമ്യത്തിന്മേലുള്ള അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2 കേസുകളാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. എന്തായാലും ആദ്യ കേസിലാണ് ഒരു ആശ്വാസം വന്നിരിക്കുന്നത്, തൽക്കാലം തടയരുത് എന്നുള്ളത്. പ്രോസിക്യൂഷനെ വാദിക്കാൻ പോലും സമയം കൊടുക്കാതെ തന്നെ എസ് രാജീവ് കൃത്യമായ ഒരു നീക്കം അവിടെ നടത്തുകയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഇതിനൊരു കൃത്യമായ വാദം ഹൈക്കോടതി കേൾക്കേണ്ടതുണ്ട് എന്നും ഇപ്പോൾ എസ് രാജീവ് ആവശ്യപ്പെട്ടിരുന്നു. കൃത്യമായി തന്നെ ഈ ഒരു കേസ് വാദിക്കാം, അല്ലെങ്കിൽ വാദം കേൾക്കാം. SITയുടെ കേസ് ഡയറി എത്രയും വേഗം തന്നെ കോടതിയിൽ ഹാജരാക്കണം എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ആദ്യ ആശ്വാസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. എസ് രാജീവിന്റെ കൃത്യമായ നീക്കം അത് തന്നെയാണ്, അഡ്വക്കേറ്റ് എസ് രാജീവിന്റെ കൃത്യമായ നീക്കം അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം. പക്ഷെ അപ്പോഴും ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് 2ാമത്തെ കേസിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. ജസ്റ്റിസ് കെ ബാബുവിന്റേതാണ് ഇടക്കാല ഉത്തരവ്. താൽക്കാലികമായാണ് അറസ്റ്റ് തടഞ്ഞത്. അഡ്വക്കേറ്റ് എസ് രാജീവാണ് മാങ്കൂട്ടത്തിനായി ഒരു കേസ് വാദിച്ചത്. വിശദമായും വാദം കേൾക്കും. അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത്. ഇതോടെ തൽക്കാലത്തേക്ക് രാഹുലിന് ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ കഴിയും. അടുത്ത 15ന് കേസ് വീണ്ടും പരിഗണിക്കും. ഇതിനൊപ്പം മറ്റൊരു കേസും രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ കേസിൽ ഒരുപക്ഷെ SIT അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒളിവ് ജീവിതം അവസാനിച്ച് പുറത്തേക്ക് വരുമോ, മാധ്യമങ്ങളെ കാണുമോ, അമ്മയെ കാണുമോ, തുടർന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇനി ഒളിവ് ജീവിതം അവസാനിപ്പിക്കാതിരിക്കുമോ എന്ന അടക്കമുള്ള ചോദ്യവുമുണ്ട്. എന്തായാലും 2ാമത്തെ കേസാണ്, അവിടെയാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. 2ാമത്തെ കേസിൽ വരുമ്പോൾ എന്തായിരിക്കും, SIT കൃത്യമായി തന്നെ ആ ഒരു കേസുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ പറയുന്ന 23 വയസ്സുകാരിയുടെ മൊഴി രേഖപ്പെടുത്തും. അത് ആദ്യ കേസിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി തന്നെ പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. ആദ്യം ഒരു സൗഹൃദമായിരുന്നു, പിന്നെ രണ്ടുപേരും ആരെയും നിർബന്ധിച്ചിരുന്നില്ല, രണ്ടുപേരുടെ സമ്മതപ്രകാരമായിരുന്നു ആ ഒരു അടുപ്പം അവർ മുന്നോട്ട് കൊണ്ടുപോയത്, ലൈംഗിക ബന്ധം അവർ തുടർന്നു കൊണ്ടുപോയത്. എന്നാൽ 2ാമത്തെ കേസിൽ അതല്ല സ്ഥിതി. 2ാമത്തെ കേസിൽ വിവാഹിതയല്ലായിരുന്നു പരാതിക്കാരി. അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. 2 വർഷം മുമ്പായിരുന്നു ഈ ഒരു പ്രശ്നം നടന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയം നടന്നത്. റിസോർട്ടിലടക്കം കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട് SITക്ക്. ഒപ്പം ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇനി ഇലക്ഷൻ ദിവസമാണ് വരാൻ പോകുന്നത്. അപ്പോഴേക്കും കേസിലൊരു ഇഴച്ചിൽ സംഭവിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും പ്രോസിക്യൂഷനെ പോലും വാദിക്കാൻ അനുവദിക്കാതെ എസ് ജയശങ്കർ കടക്കൽ വെട്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ കൃത്യമായി തന്നെ വാദം മുന്നോട്ട് പോകുമ്പോൾ ആദ്യ ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും